ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രേനെയാണ് കേട്ടോ. അങ്ങനെ ചന്ദ്ര ഫൈനാൻസറുടെ അടുത്ത് പോയി നിൽക്കുകയാണ്. കൂടെ ഭാമയും ഉണ്ട്. ഫൈനാൻസർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് നിൽക്കുന്നത്. വേറൊന്നുമല്ല, വീട്ടിലറിയാതെ ഈ ഒരു പ്രമാണം പണയം വെച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ആരെയെങ്കിലും ഒക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഒപ്പിടിപ്പിക്കാതെ ഇനി ഞാൻ വേറൊന്നിനും സമ്മതിക്കില്ല. അങ്ങനെ ഒപ്പിടിപ്പിച്ചില്ല എങ്കിൽ, അങ്ങനെ വീട്ടിൽ നിന്ന് ആരെയെങ്കിലും വിളിച്ചുകൊണ്ട് വന്നില്ല എങ്കിൽ ചന്ദ്ര അതൊരു 3 ദിവസത്തിനുള്ളിൽ പലിശയും മുതലും ഒക്കെ തിരിച്ചടയ്ക്കണമെന്നാണ് അയാൾ പറയുന്നത്. ഇത് കേട്ടതും ചന്ദ്രൻ ഞെട്ടിപ്പോയിട്ടോ. 3 ദിവസം കൊണ്ട് തിരിച്ചടിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ, ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഈ 3 ദിവസം കൊണ്ട് 10 ലക്ഷം അല്ല, ഇപ്പം 15 ലക്ഷം രൂപ എങ്ങാണ്ടുണ്ട്. അപ്പൊ അത് തിരിച്ചടയ്ക്കണമെങ്കിൽ ഈ 3 ദിവസം കൊണ്ട് പറ്റില്ല. അപ്പം നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, അയ്യോ സാറേ അങ്ങനെ പറയരുത്, 3 ദിവസം കൊണ്ട് ഞങ്ങൾ എങ്ങനെ അടച്ചു തീർക്കാനാ ഈ 15 ലക്ഷം രൂപ? എങ്കിൽ പിന്നെ ചന്ദ്ര ഒരു കാര്യം ചെയ്യുക, ചന്ദ്രയുടെ ഭർത്താവിനെയോ മക്കളെയോ ഒക്കെ കൂട്ടിക്കൊണ്ടു വാ, എന്നിട്ട് അവരൊരു ഒപ്പിട്ട് തന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഭാമ പറഞ്ഞു, അയ്യോ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല സാറേ, വീട്ടിലെല്ലാവർക്കും ഈ കാര്യമൊക്കെ അറിയാം. അല്ല ഭാമയല്ലേ പറഞ്ഞത് വീട്ടിലെല്ലാവർക്കും ഈ കാര്യം അറിയത്തില്ലെന്ന്? എന്നിട്ടിപ്പം വീട്ടിലെല്ലാവർക്കും ഈ കാര്യം അറിയാമെന്ന് നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ ആര് പറയുന്നതാ ഞാൻ വിശ്വസിക്കേണ്ടത്? ഭാമയും കൂടെ ജാമ്യം തിന്നിട്ടാ ഈ പൈസ തന്നതെന്ന് ഓർത്തോണം. അതുകൊണ്ട് ഇതിന് വേറൊരു ഇതുമില്ല, എക്സ്ക്യൂസും ഇല്ല. വീട്ടിൽ നിന്ന് ആരെ കൂട്ടിക്കൊണ്ട് വരുന്നോ അവരൊരു ഒപ്പിട്ട് തന്നാൽ മാത്രം മതി. പിന്നെ നിങ്ങൾ ഇഷ്ടമുള്ളപ്പം ഈ ഒരു മുതല് തന്നാ മതി. അപ്പൊ അത്ര കാലം വരെ പലിശ തന്നോണ്ടിരുന്നാ മതി. ഇതല്ലാതെ വേറൊരു ഇത് ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞു. ഏതായാലും ചന്ദ്ര ആകെപ്പാടെ പെട്ടുപോയി. ലാസ്റ്റ് ഭാമ പറഞ്ഞു, എങ്കിൽ പിന്നെ ചന്ദ്ര നീ ഒരു കാര്യം ചെയ്യ, പലിശ അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ബാഗിനകത്ത് നിന്നും ഒരു 50,000 രൂപ എടുത്ത് അയാൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, അതെ ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഇത്രേ ഉള്ളൂ, ഞാനൊരു 2 ദിവസത്തിനുള്ളിൽ 50,000 രൂപ ഒപ്പിച്ചു തരാം. എന്താ ചന്ദ്ര പറയുന്നത്? 50,000 രൂപ പലിശയുള്ളൂന്നോ? 1 ലക്ഷം വീതം പലിശ തരാൻ കിടക്കുമ്പം ഈ 50,000 രൂപ കിട്ടിയിട്ട് എന്ത് കാണിക്കാനാ? ഇതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. മുഴുവൻ പലിശ, പകുതി കൂടുതലോ ഒന്നും വെക്കാനൊന്നും പറ്റില്ല. കറക്റ്റ് പലിശ ഇവിടെ വെക്കണം. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പലിശ എനിക്ക് ഇപ്പൊ കിട്ടണം. ഇല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, വീട്ടിലേക്ക് അങ്ങ് വരാം. വീട്ടിലേക്ക് വന്നാല് മുതലും പലിശ ഇങ്ങ് തരുമല്ലോ. അല്ല, ഈ പറയുന്ന ചന്ദ്രയുടെ ഹസ്ബൻഡിനെ എനിക്ക് അറിയില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കാണാനും പറ്റൂലോ. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ചന്ദ്രൻ ഞെട്ടിപ്പോയി. അപ്പൊ ഒരു ചെറിയൊരു ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണ് ഇയാൾ ഇത് പറയുന്നത്. ഇയാൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ ചന്ദ്ര പറഞ്ഞു, അയ്യോ വേണ്ട, ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ കയ്യിൽ കിടക്കുന്ന ഒരു വളം ഞാനിവിടെ പണയം വെക്കാം. ആ പണയം വെച്ച് കിട്ടുന്ന പൈസ അത് ഞാൻ സാറിന് തരാം. എന്നിട്ടൊരു കാര്യം ചെയ്യുക, എന്നിട്ട് ഇപ്പം തൽക്കാലം പലിശ അങ്ങോട്ട് അടച്ചു വെക്ക്, അത് കഴിഞ്ഞ് ബാക്കി എന്താണെന്ന് ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞപ്പം അതിപ്പം പറഞ്ഞത് നേരായ മാർഗം, എങ്കിൽ പിന്നെ വളയൂരാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ചന്ദ്ര കൈ കിടന്ന വളയൊക്കെ എങ്ങനെയൊക്കെയോ വലിച്ചൂരിയിട്ട് ആ ഒരു വള അയാളുടെ കൈ കൊടുത്തു. അയാൾ തൂക്കമൊക്കെ നോക്കി. ഏതായാലും അയാൾക്ക് കയ്യിലെടുക്കാനുള്ള പൈസ പോയിട്ട് മിച്ചം ഒരു 150 രൂപയോ 100 രൂപയോ ഉണ്ടായിരുന്നു. അത് ചന്ദ്രയുടെ കയ്യിലും കൊടുത്തിട്ട് പറഞ്ഞു, ഇത്രയും പൈസ ബാക്കിയുണ്ടേ, എനിക്ക് അർഹതയുള്ള പൈസ മതി, ഇതെനിക്ക് ആവശ്യമില്ല, കാരണം ഇത് എനിക്ക് അർഹതയില്ലാത്ത പൈസയാണ്. ഒരു കാര്യം ചെയ്യാം, ഈ 150 രൂപ ചന്ദ്ര പിടിച്ചോ എന്നും പറഞ്ഞ് ആ പൈസ കൊടുത്തിട്ട് ചന്ദ്രയോട് പറഞ്ഞു, പ്രത്യേകിച്ച് ഓർക്കണം കേട്ടോ, 3 ദിവസത്തിനുള്ളിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ കൂട്ടിക്കൊണ്ട് വന്ന് ഒപ്പിടണം. ഇല്ലെങ്കിൽ പലിശയും മുതലും എല്ലാം കൊണ്ട് തിരിച്ചടക്കേണ്ട വരും കേട്ടോ എന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞുകൊണ്ടാണ് അങ്ങ് ഇറങ്ങിയത്. അപ്പം ഭാമയോട് പ്രത്യേകം ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചു ഇയാള്, ഭാമേ അറിയാലോ എൻ്റെ സ്വഭാവം, എൻ്റെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാമെന്ന് എനിക്കറിയാം. ഞാൻ ആരാണെന്ന് ചില സമയം എനിക്ക് തന്നെ അറിയില്ല, എൻ്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല, ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്ത് പ്രവർത്തിക്കുന്നു എനിക്കറിയില്ല. പലിശയും മുതലും കിട്ടിയില്ലെങ്കിൽ ആകപ്പാടെ പ്രശ്നം വഷളാകും കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് അവർ രണ്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, ഭാമ എന്ത് ചെയ്യൂടി, എനിക്കറിയില്ല, ഇനി ആരെ കൂട്ടിക്കൊണ്ട് വന്ന ഈ പലിശയും മുതലും ഒക്കെ, എനിക്കത് ഓർക്കുമ്പോൾ എനിക്ക് പേടിയാവുമെന്ന് പറഞ്ഞപ്പോൾ ഭാമ പറഞ്ഞു, നിനക്ക് ഓർക്കുമ്പോൾ പേടി, ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ ഇപ്പോൾ ഒരു തെറ്റും ചെയ്യാതെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നിന്നോട് അന്നേ പറഞ്ഞതാ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയി തീരുമെന്ന്. അപ്പം നീ എന്താ പറഞ്ഞത്, നിന്റെ മരുമകളെടുത്ത് പൈസ ഉണ്ടാക്കി തരും, മരുമകൾ പൈസ അടയ്ക്കും, മരുമകൾക്ക് മാസം നല്ല ഇതൊക്കെ കിട്ടുന്നല്ലേ നീ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും
നീ എന്താ ഭാമി ഈ പറയുന്നത്? നീയും കൂടെ അല്ലേ അന്ന് പറഞ്ഞത് മരുമകൾക്ക് അത്ര രൂപ കിട്ടും, ഇത്ര രൂപ കിട്ടും, പിന്നെ നിനക്ക് പുഷ്പം പോലെ മാസം മാസം അത് അടച്ചു തീർക്കാമല്ലോ എന്നൊക്കെ. ഓ, വല്ലാണ്ടങ്ങ് പേടിയാവുക. അല്ല ചന്ദ്രേ, ഞാനൊരു കാര്യം പറയട്ടെ. നീ പറഞ്ഞു നിന്റെ ആദ്യത്തെ മരുമകളായ രേവതി കയറി വന്നപ്പോഴത്തേക്കും നിനക്ക് കഷ്ടകാലം കുന്നുകൂടി കുന്നുകൂടി വരികയാണെന്ന്. ഇപ്പം നിനക്ക് നല്ല കാലമാണല്ലേ? ഇതാണ് പറയുന്നത്. ആരെയും ഒന്നും അറിയാതെ കുറ്റപ്പെടുത്താൻ പാടില്ലെന്ന്. നമ്മൾ ചെയ്തു വെക്കുന്ന കഷ്ടകാലങ്ങളൊക്കെ അത് നമുക്ക് വരും. അത് മറ്റുള്ളവരുടെ മേത്ത് കൊണ്ടിടരുതെന്ന് ചന്ദ്രൻ നിനക്ക് ഇനിയെങ്കിലും മനസ്സിലാക്കി കൂടെ എന്ന് പറഞ്ഞു. ആ കാര്യം പറഞ്ഞപ്പോൾ മാത്രം ചന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ശരിയാണ്, എന്തായിരുന്നു നമ്മുടെ രേവതി കയറി വന്നപ്പം കഷ്ടകാലം കുന്നുകൂടുന്നു, രാശിയില്ലാത്തവള് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം നമ്മുടെ ശ്രുതി വന്നപ്പോൾ എന്താ ചന്ദ്രയ്ക്ക് ഭയങ്കര രാശിയാണല്ലോ അല്ലെ. ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി ഇങ്ങനെ കിച്ചണിൽ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇതിനിടയിൽ നമ്മുടെ ശ്രുതിയും കൂടെ റൂമിലിരുന്ന് ഭയങ്കര റൊമാൻസ് ഒക്കെയാണ്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ലാപ്പില് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ചെന്നിട്ട് പുറകിൽ നിന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് കട്ടിലിരിക്കുന്ന ശ്രുതിനെ. എന്നിട്ട് പറഞ്ഞു, നീ എന്ത് കാണിച്ചുകൊണ്ടിരിക്കുക ഇവിടെ? ഈ ലാപ്ടോപ്പിൽ നീ എന്ത് ചെയ്യാന്ന് ചോദിച്ചപ്പം, അത് പിന്നെ ഞാൻ എനിക്ക് വേണ്ടിയല്ല ഇതൊന്നും ചെയ്യുന്നത്, ശ്രുതിക്ക് വേണ്ടിയാ. എനിക്ക് വേണ്ടിയോ? ആ, ഞാൻ നിനക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്. ഒരു ജോലി വേണ്ടേ? ആ, ഒരു ജോലി ശരിയാക്കായിരുന്നു. ഷോ, എന്താ ശ്രുതി, ഇപ്പം എനിക്ക് തൽക്കാലം ജോലിയൊന്നും വേണ്ട. ഇപ്പം ഞാൻ ജോലിക്ക് പോയിട്ട് എന്തിനാ? കുറച്ച് കഴിയട്ടെ, നമ്മൾ ഹണിമൂണിനൊന്നും പോയില്ലല്ലോ. ഹണിമൂണിനൊക്കെ പോയി കഴിഞ്ഞിട്ട് പോരെ ഈ ജോലിയൊക്കെ. ഹേയ്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല സുധി ഇനിയും ജോലിക്ക് പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഇവിടുത്തെ അച്ഛന് സുധി ജോലിക്ക് പോകാത്ത കാര്യമൊന്നും അറിയില്ല. അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവുക? അതിനെക്കുറിച്ച് എനിക്ക് ഓർക്കാനും കൂടി വയ്യ. അതുകൊണ്ട് പോയേ പറ്റൂ. അതുമല്ല, കണ്ടില്ലേ ഇന്നമ്മ ഒരുപാട് സങ്കടപ്പെട്ടാ പോയത്. ആ പലിശ കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ അതും നമ്മൾ ചെയ്യുന്ന വലിയൊരു ദ്രോഹമായി പോവില്ലേ അമ്മയോട്. ആ, എങ്കിൽ പിന്നെ ജോലി നീ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ആ, ജോലിയൊക്കെ ഞാൻ കണ്ടുപിടിച്ചു സുധി. ഒരു കാർ കമ്പനിയിലാ. കാർ കമ്പനിയിലോ? ആ, ഒരു മാരുതി കമ്പനിയിലാ ഞാനൊരു ജോലി കണ്ടുപിടിച്ചേക്കുന്നത്. എന്തു ജോലി? അത് പിന്നെ അവിടുത്തെ ഒരു മാനേജറായിട്ട് തന്നെയാ. എൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലിയല്ലേ ശ്രുതി എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിപ്പം കാർ കമ്പനിയിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങനത്തെ ജോലിയൊന്നും അല്ല. സിക്കകത്ത് ഫുൾ ഇരുന്നാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട, ഫീൽഡ് വർക്ക് ഒന്നുമില്ല. സിക്കകത്ത് ഇരുന്നു കൊണ്ട് അവിടെയുള്ള വർക്കുകൾ മാത്രമേ ഉള്ളൂ. ഏതായാലും നാളെ ഇന്റർവ്യൂവിനൊന്ന് പോയി നോക്ക് സുധി പോയി നോക്കിയിട്ട് സുധിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജോലിക്ക് പോ. നല്ല സുധിയല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി കുറച്ച് സോപ്പൊക്കെ ഇടുകയാണ് സുധീനെ. ഏതായാലും സുധി ലാസ്റ്റ് സമ്മതിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു ചൂട് കോഫി എടുത്തോണ്ട് തരാൻ പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ശ്രുതി നേരെ കോഫി എടുക്കാൻ വേണ്ടി പോവാ. കോഫി എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും രേവതി ഇങ്ങനെ ഇരുന്ന് പച്ചക്കറിയൊക്കെ അരിയാണ് കേട്ടോ. അപ്പൊ രേവതിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ രേവതി, എനിക്കൊരു കോഫി ഇട്ട് തരുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ആ കോഫിയോ ശ്രുതിക്കാണോ? ഇട്ട് തരാമല്ലോ എന്ന് പറഞ്ഞപ്പം, അയ്യോ എനിക്കല്ല ശ്രുതിക്കാന്ന് പറഞ്ഞപ്പം, ആ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, ശ്രുതി തന്നെ ഇട്ടോന്ന് പറഞ്ഞു. അവിടെ എല്ലാം ഇരിപ്പുണ്ട്, പാല് വേണമെങ്കിൽ പാൽ അവിടെ ഇരിപ്പുണ്ട്, കോഫി പൗഡറൊക്കെ അവിടെ ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കിച്ചണിലേക്ക് തന്നെ പോയി കേട്ടോ. കിച്ചണിലേക്ക് പോയി വീണ്ടും പച്ചക്കറിയൊക്കെ അരിയാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ചന്ദ്ര കയറി വരുന്നതും. അപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ് കോഫി ഇടാൻ മടിച്ച്. അപ്പൊ ശ്രുതിയുടെ ഈ നിൽപ്പൊക്കെ കണ്ടപ്പോഴത്തേക്കും രേവതി അകത്തേക്ക് കയറി പോകുന്നതും കണ്ടു. എന്താ മോളെ പറ്റിയത്? മോളുടെ മുഖത്തിന് എന്താ ഒരു തെളിച്ചമില്ലാത്തത്? ഒന്നുമില്ലമ്മേ, ഞാനൊരു കോഫി ഇട്ട് തരാൻ പറഞ്ഞപ്പോഴത്തേക്കും രേവതിക്ക് പറ്റില്ല, എന്നോട് ഇട്ടോളാൻ പറഞ്ഞു. ഞാനേ കോഫി ഇടാൻ പോട്ടെ എന്ന് പറഞ്ഞപ്പം, മോള് കോഫി ഇടാനോ? ശരിയാവില്ല, മോള് കോഫി ഇടൊന്നും വേണ്ട, മോള് ഇവിടെ ഇരിക്കുക. ആഹാ, അവൾ അങ്ങനെ പറഞ്ഞോ? അവൾക്ക് ഇച്ചിരി അഹങ്കാരം അല്ലെങ്കിൽ ഇപ്പൊ കൂടുതലാ, അവൾ അങ്ങനെ പറഞ്ഞല്ലേ എന്നും പറഞ്ഞ് നേരെ അങ്ങോട്ട് ചെന്നു. അപ്പൊ ഈ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് രേവതി. അപ്പൊ ചന്ദ്ര പറഞ്ഞു, എന്താടി നിനക്കൊരു കോഫി ഇട്ട് കൊടുത്തിട്ടുണ്ട്, നിന്റെ കയ്യിലെ വള എന്താ ഊരി പോകുമെന്ന് ചോദിച്ചപ്പം, അത് പിന്നെ ശ്രുതിക്കായിരുന്നെങ്കിൽ ഞാൻ കോഫി ഇട്ട് കൊടുത്തേനെ. ശ്രുതിക്ക് എനിക്ക് കോഫി ഇട്ട് കൊടുക്കാൻ പറ്റില്ല, എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ശ്രുതിയുടെ കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന്. ഓഹോ, നിന്റെ നാക്ക് കുറച്ച് കൂടുന്നുണ്ട്. നിന്റെ ഭർത്താവ് പറയുന്നത് കേട്ട് നീ എന്നോട് തറതര പറയാൻ വരരുതേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആട്ടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ ജീവിച്ചോണം. അതുകൊണ്ട് ഞാൻ പറയാം, മര്യാദയ്ക്ക് കോഫി ഇട്ട് കൊടുക്ക്. എനിക്ക് പറ്റില്ലമ്മേ, ഞാന് കോഫി ഇട്ട് കൊടുത്തിട്ട് ശ്രുതി കുടിച്ചത് തന്നെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഓഹോ ധിക്കാരി, അത്രയ്ക്കായോ നീ ശ്രുതിനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാൻ നോക്കുകയാണല്ലേ? എടി, നിനക്ക് അവളുടെ സ്റ്റാറ്റസ് അറിയാമോ? അവള് വലിയ വീട്ടിൽ നിന്ന് വന്നാ. അവളുടെ വീട്ടില് 10 പേര് സഹിതം ജോലിക്കാരി സഹിതം ഉണ്ട്.
എന്നിട്ടാ അവളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്. എങ്കിൽ പിന്നെ അമ്മ ഒരു കാര്യം ചെയ്യേ, ആ 10 പേരിൽ നിന്ന് ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ, അവർ ചെയ്യട്ടെ ജോലി. ദേ നീ മിണ്ടിപ്പോകരുത്. സച്ചി പറയുന്നത് കേട്ട് പഠിച്ച് നീ എന്നോട് ഓരോ കാര്യങ്ങൾ തറുതല പറയാൻ വേണ്ടി തുടങ്ങിയേക്കുക. കോഫി ഇട്ട് കൊടുക്കാൻ അവൾക്ക് പറ്റില്ല പോലും. നീ കോഫി ഇടണ്ടടി, നീ ഇടണ്ട, എനിക്കറിയാം കോഫി ഇടാന്. എനിക്കറിയാം എന്റെ മോക്ക് കോഫി ഇട്ട് കൊടുക്കാന്. വന്നേക്കുന്നു കെട്ടിക്കേറി അർഹതയില്ലാത്തവള് പെരക്കകത്ത് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് മുടിയാൻ തുടങ്ങിയതാ. ഇന്ന് വരെ എനിക്ക് സമാധാനം കിട്ടിയിട്ടില്ല. എന്നിട്ടല്ലേ അവളുടെ ഒരു സംപ്രപഞ്ചത്തിലിരുന്ന് പച്ചക്കറി എരിയുന്നവള്. അവക്ക് എന്തിന്റെ സൂക്കേടാന്നറിഞ്ഞില്ല. എന്റെ കൊച്ചിനൊരു ചായ ഇട്ട് കൊടുക്കാൻ, ഒരു കോഫി ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല പോലും. ഇരിക്കടി, നീ ഇരിക്ക. നീ ഇപ്പൊ നിന്റെ കെട്ടിയോനെ കണ്ടോണ്ടാ തുള്ളുന്നതെങ്കിലേ നിന്റെ കെട്ടിയോൻ കുറച്ച് കഴിയുമ്പോൾ നിന്നെ എടുത്ത് താഴെ ഇടൂടി. ഇപ്പൊ തലയെ കയറ്റി വെക്കുന്ന കെട്ടിയോൻ കുറച്ച് കഴിയുമ്പോൾ എടുത്ത് താഴെ ഇടും. എന്നെ താഴെ ഇട്ടോട്ടെ, ഞാനങ്ങ് സഹിച്ചോളാന്ന് പറഞ്ഞു. ഏതായാലും രേവതി ഇങ്ങനെ ഓരോന്ന് മുറുമുറുത്ത് പറയാൻ തുടങ്ങി കേട്ടോ. രേവതിയും ഇടയ്ക്ക് ഇങ്ങനെ ചിലതൊക്കെ പറയും നമ്മുടെ ചന്ദ്രയോട്. ഏതായാലും ചന്ദ്ര എന്നിട്ട് തന്നെ കോഫി ഇടാൻ വേണ്ടി തുടങ്ങാണ് കേട്ടോ. ഇതേ സമയമാണ് നമ്മുടെ സച്ചിനെയും ശ്രീകാന്തിനെയും ഒക്കെ കാണിക്കുന്നത്. ശ്രീകാന്തും സച്ചിയുടെ കൂട്ടുകാരനും കൂടെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ ഹോസ്പിറ്റലിലൊക്കെ പോയി തലയിലൊക്കെ മരുന്നൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത്. സച്ചിക്ക് ഒരേ ഒരു നിർബന്ധം, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഈ കാര്യം പറയണം. താൻ കള്ളനായി മുദ്ര കുത്തിയതാണ് അവരൊക്കെ. താൻ ഒരു കഞ്ചാവ് കടത്തുന്ന ഒരാളായിട്ട് മുദ്ര കുത്തിയതാണ്. അപ്പൊ പോലീസിനെ കൊണ്ട് ഗജാനന്ദനെ പിടിപ്പിക്കാൻ തന്നെയാണ് സച്ചിയുടെ തീരുമാനം. നിയമം വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞു. അതുപോലെ നമ്മുടെ ശ്രീകാന്തും പറഞ്ഞു അതായിരിക്കും ഏട്ടാ നല്ലതെന്ന് പറഞ്ഞു. ഇപ്പൊ ഇവരെല്ലാവരും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നതും അവിടെ നേരത്തെ തല്ലിയ പോലീസില്ല, സച്ചി തല്ലിയ പോലീസും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ സച്ചിനെ കണ്ടതും ഓഹോ നീ എന്തിനാടാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പം അത് പിന്നെ സാറിന് എന്നെ ഓർമ്മയുണ്ടല്ലേ. സാറേ, എല്ലാവരും കാരണം എന്റെ കഞ്ഞികുടി മുട്ടിയിരിക്കുക. പിന്നെ ഞാന് വലിയ കഞ്ചാവ് കടത്തുന്ന ആൾക്കാരൊക്കെ ആണെന്നാണല്ലോ നിങ്ങളൊക്കെ പറഞ്ഞ് ആ ഒരു ഇതാണല്ലോ എനിക്ക് ലേബലായിട്ട് ഇപ്പം മുദ്ര കുത്തി തന്നിരിക്കുന്നത്. ഏതായാലും അത് മാറ്റേണ്ടത് എന്റെ കാര്യം തന്നെയാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ആരാണ് ഞങ്ങളുടെ വണ്ടിയിൽ കൊണ്ടുപോയി kajaav വെച്ചതെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരെ സാറ് പിടിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആരാ നിന്റെ വണ്ടിയിൽ കൊണ്ടുപോയി kajaav വെച്ചത്? അത് ഗജാനന്ദന്റെ 2 ഗുണ്ടകളാ. ഗജാനന്ദനോ? ഗജാനന്ദൻ. അത് ഞാനും ഗജാനന്ദനും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായിരുന്നു. എൻ്റെ ഭാര്യയുടെ എൻ്റെ കല്യാണത്തിന് ഗജാനന്ദൻ വന്ന് കുറച്ച് പ്രശ്നം ഉണ്ടാക്കുകയും അന്ന് ഞാൻ ഗജാനന്ദനിട്ട് 2 പൊട്ടിക്കുകയും ചെയ്തു. അതിന്റെ വൈരാഗ്യത്തിലാണ് അയാള് ഇപ്പൊ ഈ ദ്രോഹമൊക്കെ എന്നോട് ചെയ്തത്. സാർ ഒരു കാര്യം ഓർക്കണം, ആ വണ്ടി ഇപ്പൊ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കാൻ പോലും പറ്റിയിട്ടില്ല. ആ വണ്ടി ഇല്ലാതെ ഞാൻ എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്നോ. ഫൈനാൻസ് അടയ്ക്കണം, അങ്ങനെ എത്ര കാര്യങ്ങളാ ചെയ്യാൻ കിടക്കുന്നതെന്ന് അറിയാമോ? പട്ടിണിപ്പാവങ്ങളാ സാറേ. ഞാൻ അതുകൊണ്ടാ സാറേ ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അയാളുടെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം മേടിച്ച് തന്നെ പറ്റൂന്ന് പറയുമ്പോഴത്തേക്കും എന്താ നീ പറഞ്ഞത്? നഷ്ടപരിഹാരമോ? അതെ, അങ്ങനെ ചുമ്മാ എടുത്ത് നഷ്ടപരിഹാരം ഒന്നും മേടിച്ചു തരാനൊന്നും ഇവിടെ ആരുവേ നിന്റെ വീട്ടിൽ നിന്ന് വന്നിരിക്കുന്നതല്ല. ഞാനൊരു കാര്യം പറയട്ടെ, തെളിവ് വേണം, തെളിവില്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ പൊന്ന് സച്ചി എന്ന് പറഞ്ഞു. അപ്പൊ സച്ചിക്ക് ദേഷ്യം വന്നു കേട്ടോ. സച്ചി പറഞ്ഞു, നിങ്ങൾ എന്താ സാറി പറയുന്നത്? ജനങ്ങൾക്ക് നീതി മേടിച്ചു കൊടുക്കേണ്ട നിങ്ങളാണോ ഇങ്ങനെയൊക്കെ പറയേണ്ടത്? ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ, എന്നെ സാർ ഈ പോലീസ് സ്റ്റേഷനിൽ കയറ്റി കുറെ ചവിട്ടും കുറെ ഇടിയൊക്കെ തന്നത് എന്ത് തെളിവ് സാറിനുണ്ടായിട്ടാ? എന്തെങ്കിലും തെളിവ് സാറിനന്ന് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഓഹോ അത്രയ്ക്കായോടാ, നീ ഇങ്ങോട്ടേക്ക് ധിക്കാരം പറയാറായോ എന്ന് പറഞ്ഞുകൊണ്ട് ആ പോലീസ് ഇങ്ങനെ കുത്തിരി കയറി പിടിക്കാനും തുടങ്ങി. അതിനിടയിൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയാവുകയാണ് കേട്ടോ, നമ്മുടെ സച്ചിയും പോലീസുകാരൊക്കെ തമ്മിൽ. അങ്ങനെ അവിടെ ഇരുന്ന CI ലാസ്റ്റ് എണീറ്റിട്ട് പറഞ്ഞു, നിർത്തുന്നുണ്ടോ? ഇവിടെ ഈ തോന്നിവാസം നടക്കത്തൊന്നുമില്ല. പരാതി ഉണ്ടെങ്കിൽ പരാതി എഴുതി കൊടുത്തിട്ട് പോവുക, ഞങ്ങൾ അന്വേഷിച്ചോളാം, കുഴപ്പമില്ല. പിന്നെ തെളിവ് മസ്റ്റായിട്ടും കൊണ്ടുവരണം. ഇവിടെ ഒരു എവിഡൻസും ഇല്ലാതെ ഒരു കേസും എടുക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് തെളിവ് കൊണ്ടുവരാതെ ഒന്നും ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ തന്റെ വണ്ടി താൻ ഇറക്കുവോ ഇറക്കാതിരിക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, ഏട്ടാ ഇനി വഴക്കൊന്നും ഉണ്ടാക്കണ്ട, ഏട്ടാ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിനെ ഒരു വിധത്തിൽ ആ പോലീസ് സ്റ്റേഷന്റെ അകത്ത് നിന്നും വലിച്ചിറക്കിക്കൊണ്ട് പോവുകയാണ്. സച്ചിക്കാണെങ്കിൽ വയ്യ. സച്ചി പോലീസ് സ്റ്റേഷന്റെ വെളിയിൽ ചെന്ന് നിന്ന് പൊട്ടി കരയുന്നു. സച്ചി പറഞ്ഞു, പൊട്ടിക്കരയല്ല, ഭയങ്കര വിഷമത്തോടു കൂടി തന്നെ ഇങ്ങനെ നിന്നിട്ട് ചെറുതായിട്ട് കണ്ണൊക്കെ കലങ്ങി കിടപ്പുണ്ട്. ഞാൻ ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് പറ്റില്ല. ആ ഗജാനന്ദനാണ് ഇത് ചെയ്തതെന്ന് അറിഞ്ഞിട്ടും അവരെന്താ ഗജാനന്ദനെ പിടിക്കാത്തതെന്ന് പറഞ്ഞപ്പം അതങ്ങനെയാ, പിടിപാടുള്ളവരെ ആരും പിടിക്കില്ല. പിന്നെ തെളിവ്, അതും ഒരു ഇമ്പോർട്ടന്റ് കാര്യം തന്നെയാണ്. നമുക്ക് തെളിവ് എങ്ങനെയും സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. അല്ല, അന്ന് ആ ഒരു സൂപ്പർ മാർക്കറ്റിലെ CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നല്ലേ പറഞ്ഞത്? നമുക്ക് ആ CCTV ദൃശ്യങ്ങൾ എടുത്താലോ, അതിനകത്ത് ചിലപ്പോൾ കാണൂലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ
സച്ചി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു എങ്കിൽ പിന്നെ നമുക്ക് ആ സൂപ്പർ മാർക്കറ്റിൽ പോകാന്ന് പറഞ്ഞു. പിന്നെ ഒന്നും കൂടെ CCTV ദൃശ്യങ്ങൾ എടുത്താൽ പോരെ. അപ്പൊ ഏതായാലും ഇപ്പം ഗജാനന്ദന്റെ ആൾക്കാരാണ് സംഭവം ഉണ്ടാക്കി വെച്ചതെന്ന് നമ്മുടെ സച്ചി അറിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ CCTV ക്യാമറ എടുത്താലും കുഴപ്പമില്ല. അന്ന് CCTV ക്യാമറ എടുത്ത് ഇത് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവുമെന്നും പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മുടെ ശ്രീകാന്തും രേവതിയും ദേവും ഒന്നും ഇത് കാണിക്കാതിരുന്നത്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് പ്രശ്നമാകെ ഗുരുതരമാകുന്നത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ സൂപ്പർ മാർക്കറ്റിലെ പുള്ളിക്കാരനോട് ചോദിച്ചു, അല്ല ഞങ്ങൾ ഇവിടെ വന്നത് ഞങ്ങൾക്ക് കുറച്ച് ഇത് വേണമായിരുന്നു, എവിഡൻസ് ഒക്കെ വേണമായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയാ വന്നത്. CCTV ദൃശ്യങ്ങൾ, അന്നത്തെ CCTV ദൃശ്യങ്ങൾ ഒന്നും കൂടെ തരാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് സൂപ്പർ മാർക്കറ്റിൽ അങ്ങേര് പറഞ്ഞത്, അയ്യോ അത് പറ്റില്ലല്ലോ, ഞങ്ങളുടെ ഇവിടുത്തെ CCTVക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിന്റെ കുറച്ച് വർക്കുകളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക, അതിനകത്തുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ പോയി എന്ന് പറയുമ്പോൾ, അയ്യോ സാർ അങ്ങനെ പറയരുത്, എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് എടുത്തു തരാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ, അയ്യോ തന്നോടല്ലേടോ പറഞ്ഞത്, അതൊക്കെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയിന്ന്. അല്ല താനന്ന് ഇതൊക്കെ കൊണ്ടുപോയതായിരുന്നല്ലോ, ഇതൊക്കെ കൊണ്ടുപോയിട്ട് അതിപ്പോ എന്താ ചെയ്തത്? അല്ല താനും തൻ്റെ കൂടെ 2 പെണ്ണുങ്ങളും ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും സച്ചി ഒന്ന് ഞെട്ടി കിട്ടോ. സച്ചി ചോദിച്ചു, എന്താ ശ്രീകാന്തേ, അല്ല നിന്റെ കൂടെ 2 പേരുണ്ടായിരുന്നത് രേവതിയും പിന്നെ അന്ന് ദേവു അല്ലായിരുന്നോ? എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ ഒന്നുമില്ല ഏട്ടാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ CCTV ക്യാമറ എടുത്താൽ ഇത് കണ്ടുവെങ്കിൽ രേവതിക്ക് അറിയായിരിക്കുമല്ലോ ആ 2 ഗുണ്ടകളെ. കാരണം രേവതിക്ക് പരിചയമുള്ളതാണല്ലോ ഗജാനന്ദനെ, അതുകൊണ്ട് ആ 2 ഗുണ്ടകൾ ഗജാനന്ദന്റെ കൂടെ എപ്പോഴും ഉള്ളതാണ്. അപ്പൊ രേവതിക്ക് അറിയാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന് പറയുകയും ചെയ്തു. അപ്പോഴത്തേക്കും ആകെപ്പാടെ ബബ്ബ അടിച്ച് നിൽക്കുകയാണ് നമ്മുടെ ശ്രീകാന്ത്. പിന്നെ പറയാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥയായി പോയി. അപ്പൊ പറഞ്ഞു, അത് പിന്നെ ഏട്ടാ ഞങ്ങൾക്ക് ഇതൊക്കെ അറിയായിരുന്നു, ഇവര് തന്നെയാണ്, ഗജാനന്ദൻ തന്നെയാണ് ഏട്ടന്റെ വണ്ടി ഈ ഗതിയിലാക്കിയെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു എന്ന് പറഞ്ഞപ്പോ, എന്നിട്ട് നീ എന്താ എന്നോട് പറയാതിരുന്നത്? അത് പിന്നെ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരക്ഷരം മിണ്ടരുത് ശ്രീകാന്തെ, നീയൊക്കെ കാരണം ഇപ്പൊ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ആ എവിഡൻസ് പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നെങ്കിൽ ഇപ്പൊ ഈ ഒരു അവസ്ഥ വരുമായിരുന്നോ? ഒരിക്കലും വരില്ലായിരുന്നല്ലോ. എനിക്കറിയാം, അവളും കൂടെ ചേർന്നാലേ രേവതി, അവൾക്കും ഇതെല്ലാം അറിയാല്ലേ, നോക്കിക്കോ എല്ലാത്തിനിട്ടും ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാരണമാ ഇപ്പൊ ഞാൻ ഇവിടെ കയറി ഇറങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥ വന്നത്, നിങ്ങൾ കാരണമാ ഇപ്പൊ ഞാൻ കള്ളനായത്. ഞാനേ അവളൊന്ന് പോയി കാണട്ടെ, 2 എണ്ണം എനിക്ക് പറയാനുണ്ട്, എന്റെ ജീവിതം മൂട്ടിപ്പിക്കാൻ വന്നവള് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങിയില്ലേ. ഏതായാലും സച്ചി വെച്ചു പിടിച്ചിട്ടുണ്ട് രേവതിയുടെ അടുത്തേക്ക്. അപ്പൊ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ കാത്തിരുന്ന് കാണാം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ രേവതിനെ പഞ്ഞിക്കിടുവോ നമ്മുടെ സച്ചി, എന്തായിരിക്കും എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വിശേഷവുമായിട്ട് എത്രയും വേഗം കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.